പ്രണവത്തിൻ്റെ സ്വരൂപം ഓം എന്നാകുന്നു. രക്ഷിക്കുക എന്നർത്ഥമുള്ള അവധാതുവിൽ നിന്നുണ്ടായ ഒരു രൂപമാണ് ഇത്. സംസാര ദുഃഖത്തിൽ നിന്നും സാധകനെ ജാപകനെ രക്ഷിക്കുന്നത് എന്നർത്ഥം ഓംകാര ശബ്ദത്തിന് പറയാം. താരകമെന്നും പ്രണവമെന്നും രണ്ട് പര്യായ ശബ്ദങ്ങൾ കൂടി ഓംകാരത്തിനുണ്ട്. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നത്, കടത്തിവിടുന്നത് എന്ന് താരക ശബ്ദത്തിനും, ഈശ്വരനെ പ്രകർഷേണ സ്തുതിക്കുന്നത് എന്ന് പ്രണവ ശബ്ദത്തിനും അർത്ഥം പറയാം. ഓംകാരം സൃഷ്ടിക്ക് മുമ്പ് തന്നെ ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ദിവ്യ ശബ്ദമാണെന്നും അതിനാൽ അത് മംഗളവാചകമായി തീർന്നു എന്നും സ്മൃതികളിൽ കാണുന്നു. ഓംകാരം ശബ്ദബ്രഹ്മമാണെന്നും നിത്യമായ അത് പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമെന്നും കൂടി സ്മൃതി പുരാണേതിഹാസങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. സൃഷ്ടിക്കു മുമ്പ് ഒരേ ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സർവാങ്മയമായ പ്രണവം എന്ന് വേദത്തിലും ശ്രവിക്കപ്പെടുന്നു. പ്രണവം നിത്യമാണ്. അതിൻ്റെ യഥാർത്ഥ സ്വരൂപം പരയാകുന്നു. ആ പര പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെ വിവർത്തിച്ച് ശബ്ദപ്രപഞ്ചമായി തീർന്നിരിക്കുന്നതായി ശബ്ദശാസ്ത്രജ്ഞന്മാരും പ്രസ്താവിക്കുന്നു. പ്രണവം ബ്രഹ്മത്തിൻ്റെ വാചകവും ബ്രഹ്മം അതിൻ്റെ വാച്യവുമാണ്. വാച്യവാചകങ്ങൾക്കു തമ്മിൽ ഭേദമില്ലാത്തതിനാൽ വാച്യമായ ബ്രഹ്മത്തെ വാചകമായ ഓംകാരമായി ഉപാസിക്കുവാൻ വേദം വിധിക്കുന്നു. ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്ന് ഗീതയിലും ഓമിത്യേത അക്ഷരമിതം സർവം എന്ന് മാണ്ഡ്യോക്യോപനിഷത്തിലും ബ്രഹ്മത്തെ ഓംകാര രൂപത്തിൽ വർണ്ണിച്ചു കാണുന്നു. വേദത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ക്രിയകളെല്ലാം നശ്വരങ്ങളായ ഫലങ്ങളെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കർമ്മകാണ്ഡരൂപമായ വേദഭാഗവും നശ്വരമാകുന്നു. എന്നാൽ പ്രണവമാകട്ടെ നിത്യമായ ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അത് അനശ്വരമാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞതായി മനുവും സ്മരിക്കുന്നു. ആദ്യം പ്രണവരൂപമായ ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുരൂരവസ് ആ വേദത്തെ ഋക്ക്, യജുസ്, സാമം എന്ന് മൂന്നായി വിഭജിച്ചു എന്ന് ഭാഗവതം 9-ാം സ്കന്ധത്തിൽ പ്രസ്താവിക്കുന്നു. ഇത്രയും പ്രതിപാദിച്ചതിൽ നിന്ന് ഓംകാരം സർവവേദമയവും ബ്രഹ്മസ്വരൂപ പ്രകാശവും നിത്യവുമാണെന്ന് മനസ്സിലാക്കാം. ഓം തത്സത്.